ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഡിസ്കഷനാണ് ആരംഭിക്കുന്നത്. ഇത് 4ാമത്തെ മോഡ്യൂളാണ്. ആദ്യത്തെ 2 മോഡ്യൂൾ കഴിഞ്ഞ് 3ാമത്തെ മോഡ്യൂൾ മാത്രമേ ഓരോ സ്പെസിഫിക് ആയിട്ട് ഓരോ കോഴ്സിനും വരുന്നുള്ളൂ. അപ്പം ഈ 1, 2, 4, 5 മോഡ്യൂളുകൾ ഇത് കോമൺ ആയിട്ട് ഏത് സ്ട്രീമിലുള്ളവർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമെങ്കിലും ഈ ഡിസ്കഷൻ്റെ വീഡിയോസൊക്കെ കൊടുത്താൽ കുഴപ്പമില്ല. കാരണം ഈ 3ാമത്തെ മോഡ്യൂൾ വെച്ച് ബാക്കി എല്ലാ മോഡ്യൂളും കോമൺ ആയിട്ടുള്ളതാണ്. അത് ഏത് കോഴ്സിനാണെങ്കിലും സെയിം ടോപ്പിക്കാണ് പഠിക്കുന്നത്. നമ്മളിന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, ഇത് നിങ്ങളുടെ എക്സാം പർപ്പസിനെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ആക്റ്റാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. അല്ലെങ്കിൽ ഇനിയിപ്പം ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഉണ്ട്, മനുഷ്യാവകാശ നിയമങ്ങൾ. ഇത് എന്താണിത്? വിവരാവകാശ നിയമം. നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ ഈ നിയമപ്രകാരം ഗവൺമെൻറ് ഏജൻസികളിൽ നിന്നും ലഭ്യമാണ്, അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എക്സ്റ്റെൻസ് ദി ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ഈ ഒരു ആക്ട് ഇന്ത്യയിൽ ജമ്മു ആൻഡ് കാശ്മീർ ഒഴിച്ച് മറ്റെല്ലാ ഭൂപ്രദേശങ്ങൾക്കും 2005 ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ബാധകമായിരുന്നു. ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടുകൂടി, ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതോടുകൂടി ഇപ്പം ജമ്മു ആൻഡ് കാശ്മീരിനും ഈ നിയമം ബാധകമായിട്ടുണ്ട്. In order to promote transparency and accountability in administration, the Indian Parliament enacted the Freedom of Information Act 2002, which was repealed later, and the new act, the Right to Information Act, came into force in 12th October 2005. ആദ്യം ഉണ്ടായിരുന്ന ആക്ട് എന്താണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇത് 2005 ഈ ആക്ട് റിപ്പീൽ ചെയ്യും. 2005 അത് പുനർനാമകരണം ചെയ്തു. എന്തായിട്ടാണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. ഇനി ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈസ് ആൻ ആക്ട് ടു പ്രൊവൈഡ് ഫോർ സെറ്റിംഗ് ഔട്ട് ദി പ്രാക്ടിക്കൽ റെജീം ഓഫ് റൈറ്റ് to information for the citizens to secure access to information coming under the control of public authority. ഇപ്പോൾ പബ്ലിക് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ സിറ്റിസൺസിന് അറിയുന്നതിനുള്ള അവകാശം ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ആക്റ്റാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ദെൻ ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസി, ദെൻ അഗെയിൻ അക്കൗണ്ടബിലിറ്റി ഇൻ ദി വർക്കിംഗ് ഓഫ് എവറി പബ്ലിക് അതോറിറ്റി. എല്ലാ പൊതു അധികാര കേന്ദ്രങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ സുതാര്യതയും അക്കൗണ്ടബിലിറ്റിയും, അല്ലെങ്കിൽ എന്താ ബാധ്യതയും, സുതാര്യതയും അക്കൗണ്ടബിലിറ്റിയും, കണക്ക് കൊടുക്കാനുള്ള ബാധ്യതയും ഉറപ്പാക്കുന്നു. അതിനുവേണ്ടി ഇനാക്ട് ചെയ്തൊരു ബില്ലാണിത്. ദെൻ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദി വർക്കിംഗ് ഓഫ് എവറി പബ്ലിക് അതോറിറ്റി. ഏർലിയർ ദി ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ഫംഗ്ഷൻ അണ്ടർ സ്ട്രിക്റ്റ് സീക്രസി. ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് എന്താ? ഗവൺമെൻറ്റിൻ്റെ ഭരണ സംവിധാനം മുഴുവൻ വളരെ രഹസ്യ സ്വഭാവമുള്ളതായിരുന്നു. നമുക്ക് ഒരു വിവരവും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ലഭിക്കാൻ മാർഗമില്ലായിരുന്നു. ഈ ആക്ട് നിലവിൽ വന്നതോടുകൂടി പബ്ലിക് അതോറിറ്റിയിൽ എക്സംപ്റ്റഡ് ആയിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവ് ലഭിക്കുന്നതിനുള്ള അവകാശവും അധികാരവും എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും ഉണ്ട്. ദെൻ ഇനി an ordinary citizen was not able to get information that he wants from the public authorities before the enactment of the act ആണ്. But after the enactment of Right to Information Act 2005, all citizens have the right to information. ഇപ്പോൾ പബ്ലിക് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതിനുള്ള അധികാരം 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എല്ലാ സിറ്റിസൺസിനും കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഏജൻസിയെക്കുറിച്ചോ, അല്ലെങ്കിൽ ഗവൺമെൻറ് മജോറിറ്റി ഫിനാൻസ്, അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഫണ്ടിങ്ങിൽ ഒരു മേജർ പോർഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വർക്കിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അധികാരം
2005 ആക്ട്, ഇപ്പം 2015 ആക്ടായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഈ ആക്ട് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ആക്ടുകൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ ബേസിക് ടേംസ് ഉണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ഈ ആക്ടിൽ ഉപയോഗിക്കുന്ന കുറേ ബേസിക് ടേംസ്. അതിൽ ഒന്നാമത്തെ എന്താ? പബ്ലിക് അതോറിറ്റി. ഇത് സെക്ഷൻ 2 സബ്സെക്ഷൻ ബിയിലാണ് തന്നിരിക്കുന്നത്. Public authority means any authority or body or institution of the self-government established or constituted. ഏതെങ്കിലും എന്താ ഒരു അധികാര കേന്ദ്രമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ചട്ടക്കൂടോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൽഫ് ഗവൺമെൻറ്റോ എസ്റ്റാബ്ലിഷ്ഡ് ഓർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഓർ അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ ഭരണഘടനയുടെ കീഴിലോ സ്ഥാപിച്ചിരിക്കുന്ന ഒരു അധികാര കേന്ദ്രം, ബൈ ഓർ എനി ഓഫ് ദി ലോ മെയ്ഡ് ബൈ ദി പാർലമെന്റ്. അപ്പോൾ എന്താ? ഭരണഘടന പ്രകാരമോ അല്ലെങ്കിൽ പാർലമെന്റോ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇനാക്ട് ചെയ്തിരിക്കുന്ന ഒരു നിയമപ്രകാരമോ ഫോം ചെയ്തിരിക്കുന്ന എല്ലാ അതോറിറ്റിയും പബ്ലിക് അതോറിറ്റി ആയിട്ട് അറിയപ്പെടും. ദെൻ ബൈ എനി അതർ ലോ മെയ്ഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ എന്താ? പാർലമെന്റോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സോ നമ്മുടെ രാജ്യസഭയും ലോകസഭയും അംഗീകരിച്ചു കഴിഞ്ഞാലേ പാർലമെന്റ് ആകുന്നുള്ളൂ. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളോ പാസാക്കി അംഗീകരിച്ചിരിക്കുന്ന ഒരു നിയമപ്രകാരം അല്ലെങ്കിൽ ഒരു ബില്ല് പ്രകാരം പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന നിലവിൽ വന്നിരിക്കുന്ന സ്ഥാപനങ്ങൾ. ബൈ ദി നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ഓർ ഓർഡർ മെയ്ഡ് ബൈ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ പ്രത്യേക ഒരു ഓർഡർ പ്രകാരം നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും എല്ലാ അതോറിറ്റിയും പബ്ലിക് അതോറിറ്റി ആയിട്ട് അറിയപ്പെടും. ദെൻ പബ്ലിക് അതോറിറ്റീസ് ഇൻക്ലൂഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, ഗവൺമെന്റ് കമ്പനീസ് ആൻഡ് പ്രൈവറ്റ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പം എന്താ? ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അതാണ് പ്രൈവറ്റ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദെൻ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, MPs ആൻഡ് MLAs, ഇതെല്ലാം പബ്ലിക് അതോറിറ്റി കീഴിൽ വരുന്നതാണ്. രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യയിലെ MPമാരുടെ പ്രവർത്തനങ്ങൾ, MLAമാരുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം പബ്ലിക് അതോറിറ്റിയുടെ കീഴിലാണ് വരുന്നത്. ദെൻ ഓൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പബ്ലിക് അതോറിറ്റിയാണ്. ദെൻ കോർപ്പറേഷൻസ്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് പഞ്ചായത്ത്സ്, ഇതെല്ലാം ലോക്കൽ ബോഡീസ് ആണ്. ദെൻ ജുഡീഷ്യറി, നമ്മുടെ നിയമ സംവിധാനം, ഷിപ്പ് യാർഡുകൾ, കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വെൽഫെയർ ബോർഡ്സ്, ദെൻ യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് അല്ല, യൂണിവേഴ്സിറ്റീസ് ഫുള്ളി എയ്ഡഡ് ആൻഡ് ഫണ്ടഡ് ബൈ ദി ഗവൺമെന്റ്. ദെൻ നാഷണലൈസ് ബാങ്ക്സ് ആൻഡ് നാഷണലൈസ് ഇൻഷുറൻസ് കമ്പനീസ്, നാഷണലൈസ് ബാങ്കുകളും നാഷണലൈസ് ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളും എല്ലാം പബ്ലിക് അതോറിറ്റിയുടെ കീഴിൽ വരും. അപ്പോൾ ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങളെക്കുറിച്ച് ആവശ്യമായ വിവരങ്ങൾ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ലഭിക്കുന്നതാണ്. Then citizens have the right to get information about Supreme Court and High Court judges as they are appointed by the President of India under Articles 223 of the Constitution. നമ്മുടെ ജുഡീഷ്യറിയിൽ വന്നിരിക്കുന്ന സുപ്രീം കോർട്ടിലെ ജഡ്ജിമാരുടെയും ഹൈക്കോർട്ടിലെ ജഡ്ജിമാരുടെയും എന്ന് പറഞ്ഞാൽ എല്ലാ ജഡ്ജിമാരെ കുറിച്ചുമുള്ള വിവരങ്ങൾ, കോടതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം എല്ലാ സിറ്റിസൺസിനും കിട്ടാവുന്നതാണ്. രണ്ടാമത്തെ എന്താ? കോമ്പീറ്റന്റ് അതോറിറ്റി, സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ ആണ്. കോമ്പീറ്റന്റ് അതോറിറ്റി എന്താ? യോഗ്യതയുള്ള അധികാരം, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്താൽ നടപ്പിലാക്കാൻ യോഗ്യതയുള്ള അധികാരം, അതാണ് കോമ്പീറ്റന്റ് അതോറിറ്റി. എല്ലാ അതോറിറ്റിയും കോമ്പീറ്റൻസി ഉണ്ടാകണമെന്നില്ല. നിങ്ങൾ അടുത്ത കാലത്ത് വളരെ ഒരു കോൺട്രവേഴ്സി വന്നിരിക്കുന്നത് ഡൽഹിയുടെ അതോറിറ്റിയെ സംബന്ധിച്ച്. നമ്മുടെ ഡൽഹി ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇലക്റ്റഡ് ഗവൺമെന്റ് ഉണ്ടെങ്കിലും അവിടെ ഒരു പ്രത്യേക ഓർഡിനൻസും ബില്ലും കൊണ്ടുവന്ന് ഡൽഹിയുടെ പരമാധികാരം ലഫ്റ്റനന്റ് ഗവർണറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തുവാണ്? ഡൽഹിയിലെ ഇലക്റ്റഡ് ഗവൺമെന്റിലെ മന്ത്രിമാർ അവിടുത്തെ സെക്രട്ടറിമാരുടെ കീഴിലാണ്. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾ, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനുള്ള ബാധ്യത ലഫ്റ്റനന്റ് ഗവർണർക്കോ അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ നിയമിക്കുന്ന സെക്രട്ടറിമാർക്കോ ഇല്ല. അവിടെ എന്താ? ഡൽഹി ഗവൺമെന്റ് യോഗ്യതയുള്ള അധികാരമില്ല, അധികാരമുണ്ട് പക്ഷെ യോഗ്യതയില്ല അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. സോ കോമ്പീറ്റന്റ് അതോറിറ്റി മീൻസ് ദി സ്പീക്കർ ഇൻ ദി ഹൗസ് ഓഫ് ദി പീപ്പിൾ ഓർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് എ സ്റ്റേറ്റ്. നമ്മുടെ പാർലമെന്റിൽ
പാർലമെന്റിലോ അല്ലെങ്കിൽ സംസ്ഥാന അസംബ്ലികളുടെയോ സ്പീക്കർ കോമ്പീറ്റന്റ് അതോറിറ്റിയാണ്. ദെൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇൻ കേസ് ഓഫ് സുപ്രീം കോർട്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ഇൻ കേസ് ഓഫ് ഹൈക്കോർട്ട്, president or governor as the case may be in case of other authorities established or constituted by or under the constitution. നമ്മളെന്താ ഇന്ത്യയുടെ ഭരണഘടനയുടെ കീഴിലോ അല്ലെങ്കിൽ ഭരണഘടന മുഖാന്തരമോ സ്ഥാപിതമായിരിക്കുന്ന എന്തെങ്കിലും അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ പ്രസിഡന്റോ അല്ലെങ്കിൽ ഗവർണറോ ഏതെങ്കിലും സ്റ്റേറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ഗവർണർ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് എന്തായിട്ട് അറിയപ്പെടും? കോമ്പീറ്റന്റ് അതോറിറ്റി ആയിട്ട് അറിയപ്പെടും. ദെൻ the administrator appointed under Article 239 of the Constitution. ഇതെന്താ? അഡ്മിനിസ്ട്രേറ്റർ, യൂണിയൻ ടെറിട്ടറികളെ സംബന്ധിച്ചാണ് അഡ്മിനിസ്ട്രേറ്റർ വരുന്നത്. ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇവിടെ എന്താ? ഒരു നിയമസഭയും കൂടെ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള യൂണിയൻ ടെറിട്ടറികൾ വരുന്നത് ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ആണ്. ഇനി നിയമസഭ ഇല്ല അല്ലെങ്കിൽ ഒരു ഇലക്റ്റഡ് അറേഞ്ച്മെന്റ് ഇല്ല എങ്കിൽ, ഒരു മന്ത്രിസഭയോ ചീഫ് മിനിസ്റ്ററോ ഒന്നും ഇല്ല എങ്കിൽ അങ്ങനെയുള്ള യൂണിയൻ ടെറിട്ടറികളിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വരും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലക്ഷദ്വീപിന്റെ പരിപൂർണമായ ഭരണനിർവഹണം നടത്തുന്ന അഡ്മിനിസ്ട്രേറ്ററാണ്. ഇപ്പം ലക്ഷദ്വീപിന്റെ അവിടെ എന്താ വന്നിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണേഴ്സോ അതാണ് ആർട്ടിക്കിൾ 239 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നിയമിതരായിരിക്കുന്നത്. Then next is appropriate government, section 2 subsection A. Appropriate government means in relation to public authority which is established, constituted, owned, controlled or substantially financed by funds provided directly or indirectly by the central government or the union territory administration or by the state government. ഇവിടെ എന്താ? ഏത് ഗവൺമെന്റോ അല്ലെങ്കിൽ ഏത് അതോറിറ്റിയാണോ ഫണ്ട് ചെയ്യുന്നത് ആ ഒരു അതോറിറ്റി നമ്മൾ എന്തായിട്ട് അറിയപ്പെടും? അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്. ഇത് സെക്ഷൻ 2 സബ്സെക്ഷൻ എ ആണ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് ആകാം, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേറ്റർ ആകാം, സംസ്ഥാന ഗവൺമെന്റുകളാകാം. ദെൻ തേർഡ് പാർട്ടി, സെക്ഷൻ 2 സബ്സെക്ഷൻ എൻ. തേർഡ് പാർട്ടി മീൻസ് എ പേഴ്സൺ അതർ ദാൻ ദി സിറ്റിസൺ മേക്കിംഗ് എ റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഇൻക്ലൂഡ്സ് എ പബ്ലിക് അതോറിറ്റി. വ്യക്തികളല്ലാതെ, നാച്ചുറൽ സിറ്റിസൺസ് അല്ലാതെ ഒരു ഇൻഫർമേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആ ഒരു സംവിധാനം എന്തായിട്ട് അറിയപ്പെടും? തേർഡ് പാർട്ടി ആയിട്ട് അറിയപ്പെടും. ഇപ്പം മീൻസ് എ പേഴ്സൺ അതർ ദാൻ ദി സിറ്റിസൺ, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, ഇപ്പോൾ ഒരു പബ്ലിക് അതോറിറ്റി ആകാം, എന്തായിട്ട് അറിയപ്പെടുന്ന തേർഡ് പാർട്ടി ആയിട്ട് അറിയപ്പെടും. ദെൻ ഇൻഫർമേഷൻ, സെക്ഷൻ 2 സബ്സെക്ഷൻ എഫ്. ഇപ്പം ഇൻഫർമേഷൻ എന്താ? എന്തിനെക്കുറിച്ചെങ്കിലും ഉള്ള അറിവ്. ഇൻഫർമേഷൻ അതാണ്. ഏതെങ്കിലും ഒരു അതോറിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ എന്തിനെക്കുറിച്ചെങ്കിലും ഉള്ള അറിവിനാണ് നമ്മൾ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ മീൻസ് എനി മെറ്റീരിയൽ ഇൻ എനി ഫോം ഇൻക്ലൂഡിംഗ് റെക്കോർഡ്സ്, ഡോക്യുമെന്റ്സ്, മെമ്മോസ്, ഇമെയിൽസ്, then opinions, advices, press releases, circulars, orders, logbooks, contracts, reports, papers, samples, models, data material held in any electronic form and in information relating to any private body which can be accessed by the public authority. ഇനി ഏതെങ്കിലും ഒരു പബ്ലിക് ബോഡിയിൽ അതിനെന്താ ഇൻഫർമേഷൻ കരസ്ഥമാക്കാൻ പബ്ലിക് അതോറിറ്റിക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ അണ്ടർ എനി അതർ ലോ ഓഫ് ബീങ് at the time being in force, ഇതെല്ലാം എന്താണ്? നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഏജൻസിയോ കുറിച്ചുള്ള വിവരങ്ങൾ ഒരു പബ്ലിക് അതോറിറ്റിക്ക് ആക്സസിബിലിറ്റി ഉണ്ട് എങ്കിൽ ആ വിവരവും ഇൻഫർമേഷന്റെ കീഴിൽ വരും, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം. ദെൻ നെക്സ്റ്റ് എന്താ? റെക്കോർഡ്, സെക്ഷൻ 2 സബ്സെക്ഷൻ 1. റെക്കോർഡ് ഇൻക്ലൂഡ്സ് എനി ഡോക്യുമെന്റ്, മാനുസ്ക്രിപ്റ്റ് എന്താ? കൈയെഴുത്ത് പ്രതി. ഇപ്പം എന്തെങ്കിലും ഡോക്യുമെന്റുകളോ രേഖകളോ കൈയെഴുത്ത് പ്രതിയോ അല്ലെങ്കിൽ ഫയൽസോ. ദെൻ ബി എനി മൈക്രോഫിൽം ആൻഡ് ദെൻ ഫാസിമൈൽ എന്താ നമ്മൾ പറയുന്നത്? ഒരു മുഖചിത്രമാണ്, മുഖചിത്രം. അല്ലെങ്കിൽ നമുക്കെന്താ അതിൻ്റെ ഒരു ശരി പകർപ്പൊന്നേ ഉള്ളൂ, എക്സാക്ട് കോപ്പി. ദെൻ ഫാസിമൈൽ, കോപ്പി ഓഫ് എ ഡോക്യുമെന്റ്. C. Any reproduction of image or images embodied in such microfilm and any other material produced by a computer or any other device. ഇതെല്ലാം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം രേഖകളുടെ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്.
ഇതെല്ലാം ലഭിക്കാൻ ഇൻഫർമേഷൻ ഇൻ എനി ഫോം, നമുക്കെന്താ അത് പേപ്പർ ഫോമിലാകണമെന്നില്ല, ഏതെങ്കിലും ഫോമിൽ വരുന്ന എന്താ റെക്കോർഡായിട്ട് കണക്കാക്കും. Then right to information, section 2 subsection J. Right to information means the right to information accessible under this act. അപ്പോൾ എന്താ, ഈ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് കരസ്ഥമാക്കാവുന്ന ഒരു അറിവിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ എന്താ പറയുന്നത്, അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആയിട്ട് അറിയപ്പെടും. റൈറ്റ് ടു ഇൻഫർമേഷൻ മീൻസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്സസിബിൾ അണ്ടർ ദിസ് ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്തെങ്കിലും വിവരം കരസ്ഥമാക്കാനുള്ള അവകാശം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം എന്തിനെക്കുറിച്ചെങ്കിലും വിവരം അറിയാനുള്ള ഒരു റൈറ്റ് വിച്ച് ഈസ് held by or under the control of any public authority and includes the right to എന്താ ഒരു പൊതു അധികാര കേന്ദ്രത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു പൊതു അധികാര കേന്ദ്രത്തിൻ്റെ കൈവശമുള്ള വിവരങ്ങളായിരിക്കണം. ഈ വിവരങ്ങൾ മാത്രമേ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഒരു വ്യക്തിക്ക് ആക്സസിബിലിറ്റി ഉള്ളൂ. ആൻഡ് ഇൻക്ലൂഡ്സ് ദി റൈറ്റ് ടു ഇൻസ്പെക്ഷൻ ഓഫ് വർക്ക് ഡോക്യുമെന്റ് റെക്കോർഡ്സ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം എന്താണ്, ഈ വിവരമുള്ള ഡോക്യുമെന്റുകൾ ഇൻസ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ വർക്കോ അല്ലെങ്കിൽ ഫയലോ റെക്കോർഡോ അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ടേക്കിംഗ് നോട്ട്സ്, എക്സ്ട്രാക്ട് ഓർ സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെന്റ്സ് ഓർ റെക്കോർഡ്സ്, അതിനെക്കുറിച്ചൊരു നോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി എടുക്കുകയോ സർട്ടിഫൈഡ് കോപ്പി എടുക്കുകയോ ചെയ്യാം. ദെൻ ടേക്കിംഗ് സർട്ടിഫൈഡ് സാമ്പിൾ ഓഫ് മെറ്റീരിയൽസ്, അതിൻ്റെ സാമ്പിൾ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. Then of obtaining information in the form of then desert, floppies, tapes, video cassettes or in any other electronic mode or through printout where such information is stored in the computer or in any other device. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസിലോ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അതെന്ത് ഫോമിലാണെങ്കിലും അവയ്ക്കൊരു ആക്സസിബിലിറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ അതെന്താ അവയെക്കുറിച്ചുള്ള വിവരം കരസ്ഥമാക്കാനും അത് കൈവശം ആക്കാനുമുള്ള ഒരു റൈറ്റ് വരുന്നുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ. അപ്പോൾ എല്ലാം റൈറ്റ് ടു ഇൻഫർമേഷനിലാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ വന്നിരിക്കുന്നത്, റൈറ്റ് ടു ഇൻഫർമേഷൻ സെക്ഷൻ 2 സബ്സെക്ഷൻ J പ്രകാരം. പിന്നെ അകത്ത് സബ്സെക്ഷൻ J സബ്സെക്ഷൻ 2 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സമയപരിധി, എന്തൊക്കെ ഡോക്യുമെന്റുകൾ എപ്പോൾ കിട്ടാം, അത് സെക്ഷൻ 2 സബ്സെക്ഷൻ J സബ്സെക്ഷൻ 2 പ്രകാരമാണ് വരുന്നത്. ദെൻ ഓബ്ജക്റ്റീവ്സ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓബ്ജക്റ്റീവ്സ് എന്താണ്? നമ്മൾ ഈ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടേംസിൻ്റെ അകത്ത് 4-5 ടേംസേ നമ്മൾ പഠിക്കുന്നുള്ളൂ. പ്രധാനപ്പെട്ട എന്താ, ബേസിക് ടേംസിൽ പബ്ലിക് അതോറിറ്റി. രണ്ടാമത് വന്നിരിക്കുന്നത് എന്താണ്, കോമ്പീറ്റന്റ് അതോറിറ്റി, യോഗ്യതയുള്ള അധികാരം. എല്ലാ അധികാരത്തിനും യോഗ്യത ഉണ്ടാകണമെന്നില്ല. ഇപ്പം എന്താ, നിയമപരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപ്പിലാക്കാനുള്ള അധികാരമുള്ള അധികാര കേന്ദ്രങ്ങളെ എന്താണ്, കോമ്പീറ്റന്റ് അതോറിറ്റി ആയിട്ട് അറിയപ്പെടും. പിന്നെ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്, തേർഡ് പാർട്ടി, ഇൻഫർമേഷൻ, റെക്കോർഡ്, റൈറ്റ് ടു ഇൻഫർമേഷൻ. ഇത്രയും ബേസിക് ടേംസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടേംസേ നമ്മളിപ്പം ഇതിൻ്റെ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓബ്ജക്റ്റീവ്സ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്താ, ഒന്ന്, ടു സെറ്റ് ഔട്ട് എ പ്രാക്ടിക്കൽ റെജീം, ഭരണ സംവിധാനം. നമ്മൾ ഈ റെജീം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പാണ്, ഭരണ സംവിധാനം. ടു സെറ്റ് ഔട്ട് എ പ്രാക്ടിക്കൽ റെജീം ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഓഫ് സിറ്റിസൺസ് ഓഫ് ദി സ്റ്റേറ്റ്. ഇപ്പം ഈ ഓരോ സംസ്ഥാനത്തെയും പൗരന്മാരുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഇത് സ്ഥാപിക്കുക. ടു സെറ്റ് ഔട്ട് എ പ്രാക്ടിക്കൽ റെജീം ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഓഫ് സിറ്റിസൺസ് ഓഫ് ദി സ്റ്റേറ്റ്. ഓരോ സംസ്ഥാനത്തെയും പൗരന്മാർക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ എങ്ങനെ കിട്ടും അല്ലെങ്കിൽ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, അതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓരോ സംസ്ഥാനത്തും സ്ഥാപിക്കുക. ഇനി കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചാണെങ്കിൽ നാഷണൽ ലെവലിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് സ്ഥാപിക്കുക. അതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവായിട്ട് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് എന്താ, ടു സെക്യൂർ ആക്സസ് ടു ഇൻഫർമേഷൻ അണ്ടർ ദി കൺട്രോൾ ഓഫ് പബ്ലിക് അതോറിറ്റീസ്. ഇപ്പം എല്ലാ പബ്ലിക് അതോറിറ്റീസിൻ്റെയും കൈവശമുള്ള അല്ലെങ്കിൽ കീഴിലുള്ള ഇൻഫർമേഷൻ സെക്യൂർ ചെയ്യുക. അപ്പം അത് കരസ്ഥമാക്കാനുള്ള ഒരു മെക്കാനിസം അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എല്ലാ പബ്ലിക് അതോറിറ്റിയുടെയും കീഴിലുള്ള ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം സ്റ്റേറ്റ്
ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ നാഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മളൊരു സെൻട്രൽ ഇൻഫർമേഷൻ ഓഫീസർ കരസ്ഥമാക്കാനുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് നടപ്പിലാക്കുക. ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദി വർക്കിംഗ് ഓഫ് എവറി പബ്ലിക് അതോറിറ്റി. ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എല്ലാ പബ്ലിക് അതോറിറ്റിയുടെയും പ്രവർത്തനങ്ങളിൽ ട്രാൻസ്പെറൻസി, സുതാര്യത എന്ന് പറഞ്ഞാൽ എന്താ, അത് രഹസ്യ സ്വഭാവം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. സുതാര്യമാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. സുതാര്യതയും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി, ഒരു ബാധ്യത. അതിനൊരു ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, നമുക്കതിനൊരു കണക്ക് കൊടുക്കാനുള്ള ബാധ്യത വരുന്നുണ്ട്, അക്കൗണ്ടബിലിറ്റി. ഇത് ഉറപ്പാക്കുക. ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദി വർക്കിംഗ് ഓഫ് എവറി പബ്ലിക് അതോറിറ്റി. ടു ഇൻക്രീസ് സിറ്റിസൺസ് അവയർനെസ് ആൻഡ് എബിലിറ്റി ടു എക്സസൈസ് ദെയർ ഓൺ റൈറ്റ്സ്. ഇപ്പം പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും അതെന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു അവരുടെ എബിലിറ്റിയെ വർദ്ധിപ്പിക്കുക, അവരുടെ കഴിവിനെ വർദ്ധിപ്പിക്കുക. ടു എക്വിപ്പ് ദം ടു പാർട്ടിസിപ്പേറ്റ് മീനിങ്ഫുള്ളി ഇൻ ദി ഡെവലപ്മെന്റ് പ്രോസസ്. ഈ ഒരു രാജ്യത്തിൻ്റെ വികസന പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിന് എല്ലാ പൗരന്മാരെയും പ്രാപ്തരാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ബേസിക് ഓബ്ജക്റ്റീവ്സുമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ 5 ഓബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. 2005 ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ് 2015 അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ വന്നു. നിങ്ങൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2015 ആയിരിക്കും കൊടുക്കുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. 1. ഓൾ സിറ്റിസൺ പൊസസ് ദി റൈറ്റ് ടു ഇൻഫർമേഷൻ. എല്ലാ പൗരന്മാർക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട്. എല്ലാ പൗരന്മാർക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട്. അതാണ് ഓൾ സിറ്റിസൺസ് പൊസസ് ദി റൈറ്റ് ടു ഇൻഫർമേഷൻ. സെക്കൻഡ്ലി, ഇൻഫർമേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് വിതിൻ 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ദി റിക്വസ്റ്റ് ഇൻ ദി നോർമൽ കേസ്. ഒരു ഇൻഫർമേഷന് വേണ്ടി, റൈറ്റ് ടു ഇൻഫർമേഷന് വേണ്ടി ഒരു റിക്വസ്റ്റ് അതിൻ്റെ ഒറിജിനൽ ഫോമിൽ അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഫോർമൽ ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനകം ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു അവകാശമുണ്ട്. ഇൻഫർമേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് വിതിൻ 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ദി റിക്വസ്റ്റ് ഇൻ നോർമൽ കേസ്. If the information is a matter of life or liberty of a person, it can be obtained within 48 hours from the time of the request. ഇനി ഒരു വ്യക്തിയുടെ സ്വത്തിനെയോ ജീവനെയോ ബാധിക്കുന്ന, സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇൻഫർമേഷൻ എങ്കിൽ റിക്വസ്റ്റ് കൊടുത്ത് 48 മണിക്കൂറിനുള്ളിൽ അത് കിട്ടാനുള്ള ഒരു അവകാശമുണ്ട്. ദെൻ 3. Every public authority is under obligation to provide information on written request or request by electronic means. എല്ലാ പബ്ലിക് അതോറിറ്റിയും എല്ലാ പൊതു അധികാര കേന്ദ്രങ്ങൾക്കും ഒരു റിട്ടേൺ റിക്വസ്റ്റോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോർമാറ്റ് റിക്വസ്റ്റോ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് ഈ നിയമപ്രകാരം. ബട്ട് സർട്ടൻ ഇൻഫർമേഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് സച്ച് ആസ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് പ്രൊഹിബിറ്റഡ് ഫ്രം ഡിസ്ക്ലോഷർ. ഇനി ഇതൊക്കെ ആണെങ്കിലും ദേശീയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവരെന്താ പറയുന്നത്, രാജ്യത്തിൻ്റെ സുരക്ഷയും സുസ്ഥിരതയും ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആണ് എങ്കിൽ റിക്വസ്റ്റ് കിട്ടിയാലും അത് കൊടുക്കാതിരിക്കാം, ഇൻഫർമേഷൻ ഡിനൈ ചെയ്യാം. ബട്ട് സർട്ടൻ ഇൻഫർമേഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് സച്ച് ആസ് നാഷണൽ സെക്യൂരിറ്റി ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ഡിസ്ക്ലോഷർ. Then 4. Appeal against the decision of the Central Information Commission can be made to an officer who is in a senior rank. ഒരു ഉന്നത, ഒരു സെൻട്രൽ ഇൻഫർമേഷൻ ഓഫീസർ ഓർ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഒരു റിക്വസ്റ്റ് ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടിയ അതോറിറ്റിക്ക് നമുക്കൊരു അപ്പീൽ കൊടുക്കാം. എന്താ, ഒരു നമ്മുടെ ആ ഒരു ഡിനൈ ചെയ്തിരിക്കുന്നത് വീണ്ടും എന്താ പുനഃപരിശോധിക്കണം. ഒരു ഇൻഫർമേഷൻ തടഞ്ഞു വയ്ക്കാനുള്ള, റെഫ്യൂസ് ചെയ്യാനുള്ള തീരുമാനം പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി ഒരു അപ്പീൽ കൊടുക്കാം. ഈ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റുകൾ പ്രധാനമായിട്ടും ഫീച്ചേഴ്സ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യും. ഇതുവരെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.